നമ്മുടെ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റും അഭിപ്രായങ്ങളും സജഷനും അതുപോലെ തന്നെ വിമർശനവും ന്യൂനതകളും നിങ്ങൾ കണ്ടുപിടിച്ചു. അതെ, അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് പാർക്കിങ്ങിന്റെ കാര്യമാണ്. ജിയോറ ഹോസ്പിറ്റലിൽ പാർക്കിംഗ് കുറവാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച കാര്യം വളരെ സത്യമായ ഒരു കാര്യമാണ്. ബിൽഡിംഗ് എടുത്തപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു അത്. പിന്നെ നമ്മളത് മറന്നു. അതിന്റെ കറക്റ്റ് സമയത്ത് നിങ്ങളതെല്ലാവരും നമ്മൾ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ കമന്റ് കണ്ട ആ സമയം തന്നെ അതിന് ചുറ്റുവട്ടത്തുള്ള കാലിയായിട്ടുള്ള എല്ലാ പറമ്പുകളും നമ്മൾ വിസിറ്റ് ചെയ്തു, സംസാരിച്ചു. ബിൽഡിങ്ങിന് നിയമപ്രകാരം അനുവദിച്ച പാർക്കിംഗ് ഇപ്പൊ ജിയോറ ഹോസ്പിറ്റലിനുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന് അനുവദിച്ച പാർക്കിംഗ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു 5 ആൾക്കാരെങ്കിലും മിനിമം അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരും. അവരെ വണ്ടികൾ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടാവണമെന്നില്ല. സൊല്യൂഷൻ റെഡി. ഈ കാണുന്ന പറമ്പ് നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി സെറ്റായി. ഇതാണ് ഷമീം കയും ഷെയർ കയും. ഇവരാണ് നമുക്ക് പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലം വിട്ടു തന്നിട്ടുള്ളത്. ജിയോറ ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. മിക്ക ഹോസ്പിറ്റലുകളിലും പോയാൽ ഫ്രണ്ട് ഏരിയയിൽ ഫസ്റ്റ് ഡോക്ടേഴ്സിനുള്ള പാർക്കിംഗ് ആയിരിക്കും. പക്ഷേ ജിയോറ ഹോസ്പിറ്റൽ അത് ഉണ്ടാവില്ല. ഫ്രണ്ടിൽ എപ്പോഴും പേഷ്യന്റിന്റെ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഡോക്ടേഴ്സിന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വാലറ്റ് പാർക്കിംഗ് ആണ്. പേഷ്യന്റിനും ഇതുപോലെ വാലറ്റ് പാർക്കിംഗ് വെക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ സ്റ്റാഫുകൾ ഇതൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് വണ്ടി തട്ടിമുട്ടി എന്നൊക്കെ വരാം, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ വണ്ടിയിലിരിക്കുന്ന വാല്യുവബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഒരു റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് സൈഡിൽ 100% വാലറ്റ് പാർക്കിംഗ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ച കാര്യം ഞങ്ങൾ പരിഹരിച്ചു. താങ്ക് യു ഓൾ. പുതിയ അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹോസ്പിറ്റൽ കഥ തുടരും.